മിശിഹായിൽ സ്നേഹം നിറഞ്ഞവരെ, കടൽ കടന്ന കനൽവെടികൾ പാഠവും പൊരുളും വർത്തമാന പുസ്തകം ഒരു ചരിത്ര വിചാരം നമ്മുടെ പഠന പരമ്പര മുന്നോട്ട് പോവുകയാണ്. ഇന്ന് നമ്മൾ 56-ാമത്തെ ക്ലാസ്സാണ് എടുക്കുക. 58-ാമത്തെ പാഠമാണ് പഠനവിധേയമാക്കുന്നത്. 328-ാം പേജ് മുതൽ 332 വരെയുള്ള പേജുകളിലാണ് നമ്മുടെ പഠന പരമ്പരയുടെ ഭാഗങ്ങൾ കടക്കുക. വരുന്ന നിമിഷം നമുക്ക് പ്രാർത്ഥനാപൂർവ്വമായിരിക്കാം. നല്ലവനായ ഈശോയെ, നിൻ്റെ പ്രത്യേകമായ കരുതലിനെയും ഞങ്ങൾക്കായി കരുതി വയ്ക്കുന്ന രക്ഷാദായകമായ സംഭവങ്ങളെയുമെല്ലാം ഞങ്ങൾ നന്ദിയോടുകൂടെ സ്നേഹത്തോടുകൂടി ഓർക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. നിൻ്റെ സ്നേഹവും കരുതലും എപ്പോഴും ഞങ്ങളോട് കൂടി ഉണ്ടായിരിക്കുകയും ചെയ്യണമേ. പരിശുദ്ധമേ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. മാറി യൂസേപ്പേ, ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുകയും ചെയ്യണമേ. സ്നേഹം നിറഞ്ഞവരെ, നമ്മുടെ ക്ലാസ്സിലേക്ക് പ്രവേശിക്കുകയാണ്. 58-ാം പാഠമാണ്. 328 മുതൽ 332 വരെയുള്ള പേജുകൾ. മലയാളത്തിലെ ആദ്യത്തെ യാത്രാ വിവരണ ഗ്രന്ഥമായ വർത്തമാന പുസ്തകത്തിലെ 58-ാം പാഠം പാറേമാക്കൽ തോമാ കത്തനാരും സംഘവും ഗർദിച്ചയിൽ നിന്നും പോർച്ചുഗലിൻ്റെ തലസ്ഥാനമായ ലിസ്ബണിലേക്ക് നടത്തുന്ന സാഹസികമായ യാത്രയാണ് ഈ ഭാഗത്തിലൂടെ വിവരിക്കുന്നത്. പതിവ് പോലെ തന്നെ 5 ആശയങ്ങളിലായിട്ട് നമ്മൾ ക്ലാസ് ക്രമീകരിച്ചിരിക്കുന്നു. ഒന്നാമത്തെ ആശയം, കർദീച്ച മുതൽ തവിര വരെയുള്ള യാത്രയും പ്രതിസന്ധികളും. കർദീച്ചയിലെ വ്യാപാരങ്ങൾ പൂർത്തിയാക്കി കച്ചവടക്കാരുടെ വഞ്ചിയിലാണ് പാറേമാക്കൽ തോമാ കത്തനാരും സംഘവും യാത്ര തിരിക്കുന്നത്. ഈ യാത്ര അങ്ങേയറ്റം ക്ലേശകരമായിരുന്നു. വഞ്ചിയിൽ വെയിലിനെ പ്രതിരോധിക്കാൻ മേക്കട്ടിയോ കൂടാരമോ ഇല്ലായിരുന്നു എന്നത് യാത്രക്കാരെ തളർത്തി. ഭക്ഷണത്തിനായി കരയ്ക്കടുപ്പിക്കാൻ പോലും കഴിയാതെ കഠിനമായ വെയിലേറ്റുള്ള ആ യാത്ര ഒടുവിൽ തവിര എന്ന തെരുവിലാണ് അവസാനിക്കുന്നത്. യാത്രാ വിവരണത്തിൽ അക്കാലത്തെ യാത്രാക്ലേശങ്ങളെ തനിമയോടെ തോമാ കത്തനാർ രേഖപ്പെടുത്തിയിരിക്കുന്നു. രണ്ടാമത്തെ ആശയം ഇതാണ്, തവിരായിലെ സ്വീകരണവും ഫിലിപ്പോസ് പാതിരിയുടെ നിലപാടും. തവിരായിലെത്തിയ സംഘം സന്യാസ സമൂഹത്തിൻ്റെ ആശ്രമത്തിൽ അഭയം തേടിയെങ്കിലും അവിടുത്തെ സന്യാസികൾ ഇവരെ സ്വീകരിക്കാൻ തയ്യാറായില്ല. ഈ വിവേചനത്തിൽ പ്രതിഷേധിച്ച് തൻ്റെ സഹയാത്രികരെ സ്വീകരിക്കാത്ത ഇടത്ത് താനും താമസിക്കില്ല എന്ന ഉറച്ച നിലപാട് ഫിലിപ്പോസ് പാതിരി സ്വീകരിച്ചു. തുടർന്ന് അവർ വഞ്ചി ഉടമയുടെ ദരിദ്രമായ വീട്ടിൽ താമസിച്ചു. പിന്നീട് പാതിരിയുടെ പഴയ സുഹൃത്തും അവിടുത്തെ മേലധികാരിയുമായ വ്യക്തിയുടെയും യൂസെ കയത്താനോസിൻ്റെയും ആതിഥ്യം ഇവർക്ക് ലഭിക്കുന്നു. വ്യക്തിബന്ധങ്ങൾ യാത്രകളിൽ എത്രത്തോളം സഹായകരമാകുന്നുവെന്ന് ഇവിടെ വളരെ വ്യക്തമാക്കുകയാണ്. മൂന്നാമത്തെ ആശയം എന്ന് പറയുന്നത്, കരവഴിയുള്ള യാത്രയും ഭൂപ്രകൃതിയും. ലിസ്ബണിലേക്ക് കടൽ മാർഗം കപ്പലുകൾ ലഭ്യമല്ലാത്തതിനാൽ സംഘം കുതിരപ്പുറത്ത് കരവഴി യാത്ര ചെയ്യാൻ തീരുമാനിച്ചു. ഈ യാത്രയെ ഗ്രന്ഥകാരൻ താരതമ്യം ചെയ്യുന്നത് കേരളത്തിലെ ഭൂപ്രകൃതിയോടാണ്. നമ്മുടെ കടനാട്ടിൽ നിന്നും കിഴക്ക് മുട്ടത്ത് പന്നിക്കുന്ന് ഇറങ്ങിപ്പോകുന്നത് പോലെ എന്നാണ് അദ്ദേഹം പോർച്ചുഗലിലെ മലനിരകളെ വിശേഷിപ്പിക്കുന്നത്. കുതിരയുടെ കാലൊന്ന് പിഴച്ചാൽ അഗാധമായ കൊക്കയിലേക്ക് പതിക്കാവുന്ന അത്രയും അപകടം പിടിച്ച വഴികളിലൂടെയായിരുന്നു 7 ദിവസം നീണ്ടുനിന്ന ആ യാത്ര. വിദേശ രാജ്യത്തെ ഭൂപ്രകൃതിയെ വായനക്കാർക്ക് മനസ്സിലാക്കാൻ കേരളത്തിലെ സ്ഥലങ്ങളുമായി താരതമ്യം ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ ശൈലി വളരെ ശ്രദ്ധേയമാണ്. നാലാമത്തെ ആശയം, ജനജീവിതവും ഭക്ഷണരീതിയും. യാത്രക്കിടയിൽ കണ്ടുമുട്ടുന്ന ഗ്രാമങ്ങളിലെ ജനങ്ങൾ അങ്ങേയറ്റം ദരിദ്രരായിരുന്നു. കാറ്റും മഴയും തടയാൻ ദൂരസ്ഥലങ്ങളിൽ നിന്നും സാധനങ്ങൾ എത്തിച്ച് നിർമ്മിച്ച വീടുകൾ അവരുടെ കഷ്ടപ്പാട് വ്യക്തമാക്കുന്നു. നല്ല ഭക്ഷണമൊന്നും ലഭ്യമല്ലാതിരുന്നിട്ടും ഉള്ളതുകൊണ്ട് അതിഥികളെ സൽക്കരിക്കാൻ അവർ കാണിച്ച മനസ്സിനെ നല്ല മനസ്സുള്ള പാവപ്പെട്ട ജനങ്ങൾ എന്ന് കത്തനാർ പുകഴ്ത്തുകയാണ്. താകരവും ഉണക്കമുന്തിരിയും പഴയ അപ്പവും കൊണ്ട് വിശപ്പടക്കേണ്ടി വന്ന സാഹചര്യങ്ങളും അദ്ദേഹം വിവരിക്കുന്നുണ്ട്. അഞ്ചാമത്തെ ആശയം ഇതാണ്, ലിസ്ബണിൽ എത്തുന്നതും ലൂയിസ് അന്തോണിയുമായുള്ള കൂടിക്കാഴ്ചയുമാണ്. യാത്രയുടെ അവസാന ഘട്ടത്തിൽ ടാഗസ് നദി കടക്കാനായി രാത്രി മുഴുവൻ ഉറക്കമൊഴിച്ച് ഇവർ സഞ്ചരിക്കുന്നു. പുലർച്ചെ ലിസ്ബണിലെത്തിയ ഇവരെ വരവേൽക്കുന്നത്
കയത്താനോസ് പാതിരിയും ലൂവീസ് അന്തോണിയുമാണ്. ലൂവീസ് അന്തോണി എന്ന ഉദ്യോഗസ്ഥൻ്റെ സ്വാധീനത്തെക്കുറിച്ചും കയത്താനോസ് പാതിരി അദ്ദേഹത്തെ സഹായിച്ച ചരിത്രവും ഈ ഭാഗത്ത് വളരെ വ്യക്തമായിട്ട് വിവരിക്കുന്നു. ലിസ്ബണിലെ കപ്പൽ പണിശാലയുടെ മേൽനോട്ടക്കാരനായ ലൂവീസ് അന്തോണിയുടെ സഹായം അവരുടെ തുടർന്നുള്ള ലിസ്ബൺ വാസത്തിന് വലിയ ഗുണകരമാകുന്നു. നമ്മുടെ ക്ലാസ് ഇന്നത്തെ സമാപിക്കുകയാണ്. മെൽപ്പാൻ്റെയും യാത്ര, ആദ്യം അവർ കപ്പൽ യാത്ര ചെയ്യുന്നു. വെയിലും ഒക്കെ ഏൽക്കാതിരിക്കാനുള്ള സംവിധാനമൊന്നുമില്ലാത്ത കപ്പലിൽ യാത്ര ചെയ്യുന്നു. തവിരായിലെത്തിക്കഴിയുമ്പോൾ അവിടുത്തെ സ്വീകരണം പരിതാപകരമായിരുന്നു. വീണ്ടും കപ്പലിൽ യാത്ര മുന്നോട്ട് പോകാൻ പറ്റാതെ വരുമ്പോൾ അവർ കരവഴി യാത്ര ചെയ്യുന്നു. അത് നമ്മുടെ നാടുമായിട്ടൊക്കെ ബന്ധപ്പെടുത്തി, കടനാട്ടുമായിട്ടൊക്കെ ബന്ധപ്പെടുത്തിക്കൊണ്ട്, മലയാളക്കരയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് വായനക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പാകത്തിന് മനോഹരമായി അതിനെ ക്രമീകരിച്ചിരിക്കുന്നു. പിന്നെ അവിടുത്തെ ജനജീവിതവും ഭക്ഷണ രീതിയുമൊക്കെ വളരെ മനോഹരമായിട്ട് പറഞ്ഞിരിക്കുകയാണ്. അതിനെക്കുറിച്ച് ഏറ്റവും വ്യക്തമായി നമ്മൾ കണ്ട കാര്യം ഇതായിരുന്നു. നല്ല മനസ്സുള്ള പാവപ്പെട്ട ജനങ്ങളെന്നൊക്കെ കത്തനാർ അവരെ പുകഴ്ത്തുന്നുണ്ട്. അതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൻ്റെ ഏകദേശം ഒരു ഭാഗം. അങ്ങനെ അവർ ലിസ്ബണിൽ എത്തിച്ചേരുന്നു. അവിടെ വെച്ച് കയത്താനോസ് പാതിരിയും ലൂവീസ് അന്തോണിയുമൊക്കെ ചേർന്ന് വലിയൊരു സഹായം അവർക്ക് ചെയ്തു കൊടുക്കുകയാണ്. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൻ്റെ സാരാംശം. ഇനി നമുക്ക് ചോദ്യോത്തരങ്ങളിലേക്ക് പ്രവേശിക്കാം. കർദിച്ചയിൽ നിന്നും തവിരായിലേക്കുള്ള യാത്ര വഞ്ചിയിൽ ദുസ്സഹമാകാൻ കാരണമെന്ത്? വഞ്ചിയെ തണലിനായി മേക്കട്ടിയോ കൂടാരമോ ഇല്ലായിരുന്നു. കഠിനമായ വെയിൽ ഏൽക്കേണ്ടി വന്നതും വിശ്രമിക്കാൻ ഒരിടത്ത് പോലും വഞ്ചി അടുപ്പിക്കാൻ കഴിയാത്തതുമാണ് യാത്ര ക്ലേശകരമാക്കിയത്. അവിരായിലെ സന്യാസാശ്രമത്തിൽ താമസിക്കാൻ പീലിപ്പോസ് പാതിരി വിസമ്മതിച്ചത് എന്തുകൊണ്ട്? കൂടെയുള്ള യാത്രക്കാരെ സ്വീകരിക്കാൻ അവിടുത്തെ സന്യാസികൾ വിമുഖത കാണിച്ചതുകൊണ്ട് അവരെ ഉപേക്ഷിച്ച് ആശ്രമത്തിൽ താമസിക്കാൻ പാതിരി തയ്യാറായില്ല. അവിരായിലെ തെരുവിൽ ധാരാളമായി ലഭിച്ചിരുന്ന ഭക്ഷണ സാധനം ഏതായിരുന്നു? കടലോര പ്രദേശമായതുകൊണ്ട് എല്ലാത്തരം മീനുകളും അവിടെ ധാരാളമായി ലഭിച്ചിരുന്നു. തവിരായിൽ നിന്നും ലിസ്ബണിലേക്ക് കപ്പൽ യാത്ര ഒഴിവാക്കി കരവഴി പോകാൻ തീരുമാനിച്ചെന്തുകൊണ്ട്? ലിസ്ബണിലേക്ക് ഉടനെ പോകാൻ കപ്പലൊന്നും ലഭ്യമല്ലാതിരുന്നതിനാലും കടൽ യാത്ര പ്രയാസമേറിയതാണെന്ന് യൂസെ കയത്താനോസ് ഉപദേശിച്ചതിനാലും. യാത്രാമധ്യേയുള്ള മലനിരകളെ ഗ്രന്ഥകാരൻ കേരളത്തിലെ ഏത് സ്ഥലത്തോടാണ് താരതമ്യം ചെയ്യുന്നത്? കടനാട്ടിൽ നിന്നും കിഴക്ക് മുട്ടത്തിന് പന്നിക്കുന്ന് ഇറങ്ങിപ്പോകുന്നതിനോട്. തവിരായിൽ നിന്നും ലിസ്ബൺ വരെ കുതിരപ്പുറത്തുള്ള യാത്ര എത്ര ദിവസം നീണ്ടു നിന്നു? 7 ദിവസം. യാത്രാമധ്യേ കണ്ട ഗ്രാമീണർക്ക് പണം നൽകാൻ തോമാ കത്തനാർ സംഘം തയ്യാറായത് എന്തുകൊണ്ട്? അവിടുത്തെ ജനങ്ങൾ വളരെ പാവപ്പെട്ടവരായിരുന്നിട്ടും തങ്ങളുടെ കഴിവിനനുസരിച്ച് സ്നേഹത്തോടെ സൽക്കരിച്ചതുകൊണ്ട്. 7-ാം ദിവസം രാത്രിയിൽ അവർക്ക് ലഭിച്ച ഭക്ഷണം എന്തായിരുന്നു? ആഹാരവും ഉണക്കമുന്തിരിയും കുറച്ച് പഴകിയ അപ്പവും. ലിസ്ബണിലെത്താൻ കടക്കേണ്ടിയിരുന്ന നദിയുടെ തീരത്ത് എത്ര മണിക്ക് എത്തണമായിരുന്നു? പുലർച്ചെ 6 മണിക്ക് മുൻപ്. ആരാണ് ലൂവീസ് അന്തോണി ദെ ലറോസ? പോർച്ചുഗൽ രാജാവായിരുന്ന ദോം യൂസയുടെ കാലം മുതൽ കപ്പൽ പണിശാലയുടെ മേൽനോട്ടക്കാരനായിരുന്ന പ്രമുഖ ഉദ്യോഗസ്ഥൻ.
ലിസ്ബണിലെത്തിയ സംഘത്തെ സ്വീകരിക്കാൻ കയത്താനോസ് പാതിരിയോടൊപ്പം വള്ളത്തിലുണ്ടായിരുന്നത് ആര്? ലൂയിസ് അന്തോനി ദെ ലറോസ. ലൂയിസ് അന്തോനിക്ക് കയത്താനോസ് പാതിരിയോട് വലിയ കടപ്പാടുണ്ടാകാൻ കാരണമെന്ത്? രാജഭരണമാറ്റത്തിനു ശേഷം ലൂയിസ് അന്തോനിക്കെതിരെ ഉണ്ടായ ശത്രുക്കളുടെ നീക്കങ്ങളിൽ നിന്നും തൻ്റെ സ്വാധീനം ഉപയോഗിച്ച് അദ്ദേഹത്തെ രക്ഷിച്ചത് കയത്താനോസ് പാതിരിയായിരുന്നു.